വൻകിട ഏജന്റന്മാർക്ക് നൽകുന്ന ലോട്ടറി ടിക്കറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ ഭാഗ്യക്കുറി വകുപ്പ്. ഈ ടിക്കറ്റുകൾ കൂടി ഭിന്നശേഷിക്കാരായ ഏജന്റന്മാർക്ക് നൽകും. ടിക്കറ്റുകളിൽ സിംഹഭാഗവും വൻകിടക്കാരുടെ കൈകളിലെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. വൻകിട ഏജന്റുമാരാണ് ലോട്ടറി മേഖലയിലെ 80% നിയന്ത്രിക്കുന്നത്. അത് 24 വാർത്ത പുറത്തു വന്നതിന് ശേഷം 1% ലോട്ടറി ടിക്കറ്റുകൾ വെട്ടിക്കുറയ്ക്കാനാണ് ഇപ്പോൾ ഭാഗ്യക്കുറി വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ലോട്ടറി മേഖലയിലെ ലോട്ടറി ലഭ്യതക്കുറവ് പരിഹരിക്കാൻ ഈ 1% വെട്ടിക്കുറച്ചതുകൊണ്ട് സാധിക്കുകയില്ല. ഇത് ഒരു 10-20% വെട്ടിക്കുറച്ചെങ്കിൽ മാത്രമേ ഏജൻസി എടുത്ത മുഴുവൻ ആളുകൾക്കും ലോട്ടറി ടിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഡിസംബർ 16 നമ്മൾ ഇത് സംബന്ധിച്ച വാർത്ത ആദ്യം നൽകിയിരുന്നത്. അതായത് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ മാത്രം കണക്ക് എടുക്കുകയാണെങ്കിൽ ആകെ 7886 ഏജന്റുമാരുള്ളതിൽ ആകെ 179 പേർക്ക് മാത്രമാണ് 100-ൽ കൂടുതൽ ടിക്കറ്റുകൾ ലഭിച്ചിരുന്നത്. സത്യത്തിൽ നമ്മൾ ഈ തെരുവോരങ്ങളിലും വഴിയോരത്തുമൊക്കെ കാണുന്ന ആളുകൾ, നമ്മൾ വളരെ സാധാരണക്കാരായ ഏറ്റവും പാവപ്പെട്ടവരായി കാണുന്ന ആളുകൾക്ക് വളരെ തുച്ഛമായ ടിക്കറ്റ് മാത്രമാണ് ലോട്ടറി വകുപ്പിൽ നിന്ന് ലഭിക്കാറ്. ഈ ടിക്കറ്റുകൾ മിക്കതും ഒരു വലിയ മാഫിയയുടെ കൈകളിലേക്കാണ് എത്തിച്ചേരുന്നത്. അവർക്കാണ് ഇതിൻ്റെ സിംഹഭാഗവും ഇതിൻ്റെ ലാഭവിഹിതം ലഭിക്കുന്നത്, കമ്മീഷൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായിട്ടുള്ള ടിക്കറ്റുകളാണ് ലഭിക്കുന്നത്. സത്യത്തിൽ ഈ ലോട്ടറി എന്ന സംവിധാനം ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ഒരു വരുമാന മാർഗം എന്നുള്ള നിലയ്ക്കായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ നേരെ വിപരീത ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഈ വലിയ ഏജന്റുകൾ, കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങിക്കുന്ന ഏജന്റുകൾ അതിൻ്റെ ലാഭവിഹിതത്തിൻ്റെ സിംഹഭാഗവും തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും 24 വാർത്തയെ തുടർന്ന് ഈ 1% ഇടിവ് വരുത്തി അത് ഭിന്നശേഷിക്കാർക്ക് നൽകാൻ നിലവിലത്തെ സാഹചര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. ഒന്നാം സ്ലാബായ 8425 മേൽ ടിക്കറ്റ് എടുക്കുന്നവരിൽ നിന്നാണ് കുറവ് വരുത്തുക. 1% കുറവ് വരുത്തുകയും അത് ഭിന്നശേഷിക്കാർക്ക് നൽകാൻ നിലവിലത്തെ സാഹചര്യത്തിൽ തീരുമാനമായിട്ടുമുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആവശ്യപ്പെടുന്നത് ഇത് സ്വാഗതാർഹമാണെങ്കിലും അല്പം ശതമാനം കൂടി ഉയർത്തി ആ ടിക്കറ്റുകൾ കൂടി ഭിന്നശേഷിക്കാർക്ക് നൽകണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ ടിക്കറ്റുകൾ വിൽക്കാനും അതിലൂടെ അവർക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കാനും സാധിക്കൂ. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ നടപടി, ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടി ഈ സാധാരണക്കാരായിട്ടുള്ള വിൽപ്പനക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പമെങ്കിലും ആശ്വാസം നൽകുന്നതാണ്. താങ്ക് യു നിഖിൽ പ്രമേഷ്.